പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി കാവാലച്ചിറയിലാണ്. ഇവിടെ ഒരു അതിദാരുണമായ ഒരു സംഭവം നടന്ന് നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. കാവാലച്ചിറയ്ക്ക് സമീപം കുറ്റിക്കല വീട്ടിലാണ് ഇന്ന് സന്ധ്യയ്ക്ക് അതിദാരുണമായ സംഭവം നടന്നത്. വീട് പൂട്ടി കാറിൽ യാത്ര ചെയ്യാൻ വേണ്ടി അമ്മയും മകനും ഇറങ്ങിയതാണ്. കാറ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അമ്മ റോഡിലിറങ്ങി അതിലെ വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കാൻ അമ്മ ഇറങ്ങി നിന്നതാണ്. എന്നാൽ കാറ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മകൻ വാഹനത്തിൻ്റെ വെളിയിലോട്ട് ഇറങ്ങിയ സമയത്ത് കാറ് ഉരുണ്ട് പുറകോട്ട് പോരുമായിരുന്നു. കാറ് തള്ളി പിടിക്കാൻ വേണ്ടി രണ്ടുപേരും കൂടെ ശ്രമിച്ചായിരുന്നു. കുത്തിറക്കായിരുന്നു. വണ്ടി താഴോട്ട് ഇറങ്ങി വന്ന് ഗേറ്റിനിട്ട് പിടിച്ച് രണ്ടുപേരും കാറിൻ്റെ അടിയിൽപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ സമീപവാസികളെല്ലാം കൂടെ ഓടിക്കൂടുകയും കാറിൻ്റെ അടിയിൽ നിന്നാണ് അമ്മയെ പുറത്തെടുത്തത്. ആദ്യം തന്നെ അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പിന്നീടാണ് മകൻ ഷിജിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ മന്ദിരത്തിലേക്ക് പോകും വഴി തന്നെ അമ്മ മരണപ്പെടുകയായിരുന്നു. ഇവരുടെ ഭർത്താവും ഒരു മകനും ഗൾഫിലാണ്. ഈ കാറ് മേടിച്ചിട്ട് അധികം നാളായില്ല. ഇത് പാമ്പാടി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയായതുകൊണ്ട് പാമ്പാടി പോലീസാണ് ഇവിടെ സ്ഥലത്തെത്തിയിരിക്കുന്നത്. അമ്മയുടെ മൃതദേഹം മന്ദിര ആശുപത്രിയിലാണ്. മകൻ ഷിജിനെ മന്ദിരത്തിൽ നിന്ന് കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. കാലിന് ഒടിവുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. വത്സമ്മ എന്നാണ് മരണപ്പെട്ടയാളുടെ പേര്. ഏകദേശം 45 വയസ്സോളം പ്രായം വരും. ഇവരുടെ തൊട്ട് മുൻപിലത്തെ വീട്ടിൽ CCTV ക്യാമറ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇന്ന് സന്ധ്യയോടുകൂടി ഇടി കുടുങ്ങിയപ്പോഴത്തേന് അവർ അത് ഓഫ് ചെയ്തു. ആ സമയത്താണ് ഈ അപകടം സംഭവിച്ചത്. അതുകൊണ്ട് എങ്ങനെയാണെന്നുള്ള വ്യക്തമായിട്ടുള്ള വിവരം ആർക്കും അറിയത്തില്ല. ആൾക്കാർ ഓടിക്കൂടിയപ്പോൾ രണ്ടുപേരും കാറിൻ്റെ അടിയിൽ കിടക്കുന്നതായിട്ടാണ് കണ്ടത്. മരണപ്പെട്ട വത്സമ്മയുടെ മകൻ ഷിജിനാണ് അപകടം ഇങ്ങനെയാണ് നടന്നെന്നുള്ളത് ഹോസ്പിറ്റലിൽ പറഞ്ഞത്. അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ അപകടത്തിൽ ഞടുങ്ങിത്തെരിച്ച് നിൽക്കുകയാണ് നാട്ടുകാർ. ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. വത്സമ്മയുടെ വേർപാട് സമീപവാസികളെ ഞെട്ടിച്ചിരിക്കുകയാണ്. പാമ്പാടി പോലീസ് ഇനി മന്ദിരത്തിൽ ചെന്നിട്ട് വേണം ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തയ്യാറാക്കാൻ വേണ്ടി. അതിനുശേഷം നാളെ പോസ്റ്റ്മോർട്ടത്തിന് വിടും. അതിനുശേഷമേ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കത്തുള്ളൂ.